കൂടുതൽ ഏറ്റുവാങ്ങിയ ജില്ലയിലെ പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നബാർഡ് 4.5 കോടിയുടെ പദ്ധതിക്ക് അന്തിമ രൂപം നൽകി. നബാർഡിന്റെ പട്ടികവർഗ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കമുക്, ജാതി, ഏലം, കാപ്പി, ഔഷധ സസ്യങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ കാർഷിക രീതികളും ആട്, കോഴി, മുയൽ, പോത്ത്, പശു തുടങ്ങിയവ വളർത്തൽ എന്നീ ഉപജീവന മാർഗങ്ങളിലൂടെയും 4 വർഷം കൊണ്ട് ഓരോ കുടുംബത്തിനും പ്രതിവർഷം 2 ലക്ഷം രൂപയെങ്കിലും വരുമാനമുണ്ടാക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നിരന്തരമായ പരിശീലനവും ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ 5-ാം വർഷത്തോടു കൂടി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വയം വിറ്റൊഴിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോത്രാമൃത് കമ്പനിയിൽ അംഗത്വം നൽകുകയും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഇവരുടെ ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും വിപണന മൂല്യം കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള ജൈവവേലികൾ, ഹാങ്ങിംഗ് ഫെൻസ് തുടങ്ങിയവയും പദ്ധതിയുടെ ഘടകങ്ങളാണ്. 2024 ഓഗസ്റ്റോടുകൂടി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൻ ശിക്ഷൺ സംസ്ഥാൻ മലപ്പുറം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ ഏജൻസികളുടെ സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകും. പരിസര ശുചീകരണം, ആദിവാസി ഗോത്രകലകളെ സംരക്ഷിക്കൽ, കലാ സാംസ്കാരിക പരിപാടികളെ ഉണർത്തൽ, അന്യം നിന്നു പോകുന്ന ആദിവാസി കലാരൂപങ്ങളുടെ പുനരുജ്ജീവനം, പ്രളയം തകർത്ത കാടുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സസ്യസമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജൈവവൈവിധ്യ പാർക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതിന് ഓരോ ആദിവാസി ഊരുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റികളും പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കുന്ന വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിയുമായിരിക്കും പദ്ധതിയുടെ മുഴുവൻ നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കോളനികളിലും വിശദമായ പഠനം നടത്തുന്നതിനും വിദഗ്ധ കമ്മിറ്റി പരിശോധന നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയത്. കരട് രേഖയെ അടിസ്ഥാനമാക്കി പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ വന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതിക്ക് അന്തിമരൂപമായി. ഒരു കുടുംബത്തിന് പരമാവധി 80,000 രൂപയാണ് ഇതിനകത്ത് ചെലവഴിക്കുവാൻ സാധിക്കുക. നിലവിൽ ചാലിയാർ, അമരമ്പലം, മൂത്തേടം പഞ്ചായത്തുകളിലായി ജൻ ശിക്ഷൺ സംസ്ഥാൻ മറ്റൊരു പദ്ധതി ആരംഭിക്കുകയും 2 വർഷം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിജയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോത്തുകൽ പഞ്ചായത്തിൽ കൂടി ജൻ ശിക്ഷൺ സംസ്ഥാൻ മറ്റൊരു പദ്ധതിക്ക് കൂടി അംഗീകാരം നേടുന്നത്. കരട് രേഖയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ച പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്നു. JSS ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. നബാർഡ് ജില്ലാ മാനേജർ A മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മറിയാമ്മ ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MA തോമസ്, തങ്കകൃഷ്ണൻ, റുബീന, മെമ്പർമാരായ റംലത്ത് K, മോൾസി പ്രസാദ്, ഓമന N, സലൂബ് ജലീൽ, മിനി V, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. JSS ഡയറക്ടർ V ഉമ്മർ കോയ കരട് രേഖ അവതരിപ്പിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.